Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് ഇന്ന് സൂറത്ത് ഹൂദിലെ 58-59 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. വലമ്മാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ഹൂദ് അലൈഹിസ്സലാമയെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും, ബി റഹ്മത്തിൻ മിന്നാ, നമ്മിൽ നിന്നുള്ള കരുണ കൊണ്ട്, വനജ്ജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഗലീൽ, കടുത്ത പരുക്കൻ ശിക്ഷയിൽ നിന്ന്. വതിൽക ആദുൻ, അതാണ് ആദ് വിഭാഗം. ജഹദു ബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. വഅസൗ റുസുലഹു, അവൻ്റെ ദൂതന്മാരോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വത്തബഉ, അവർ പിന്തുടർന്നു, കുല്ല ജബ്ബാരിൻ, വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും കൽപ്പനകളെ, അനീദ്, ദുർവാശിക്കാരായ എല്ലാ സ്വേച്ഛാധിപതികളുടെയും കൽപ്പനയെ അവർ പിന്തുടരുകയും ചെയ്തു. അടുത്ത ആയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതും കൂടെ അർത്ഥം പറയാം. കൂടുതൽ വിശദീകരണമൊന്നുമില്ലാതെ നമുക്ക് അർത്ഥം പറഞ്ഞെന്ന് അവസാനിപ്പിക്കും. വ ഉത്ബിഉ ഫീ ഹാദിഹി ദുനിയ ലഅന, അവർക്ക് ഇഹലോകത്ത് തന്നെ ലഅനത്താണ് പിന്തുടർത്തപ്പെട്ടത്. ലഅനത്തന ശാപം. വ യൗമൽ ഖിയാമ, അന്ത്യനാളിലും അത് തന്നെയായിരിക്കും അവരുടെ അവസ്ഥ. അലാ, അറിയുക, ഇന്ന ആദൻ, തീർച്ചയായും ആദ് വിഭാഗം, കഫറു റബ്ബഹും, അവർ അവരുടെ നാഥനെ നിഷേധിച്ചു. അലാ, അറിയുക, ബുഅദൻ ലി ആദിൻ, ആദിന് നാശം, ഖൗമി ഹൂദ് അലൈഹിസ്സലാമയുടെ ജനമായ ആദിന് നാശം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞതിന് കാര്യങ്ങൾ വ്യക്തമാവും. ഒന്നുകൂടെ അർത്ഥം പറയാം. വലമ്മാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അഥവാ ശിക്ഷ യാഥാർത്ഥ്യമായി പുലരുമ്പോൾ, നജ്ജൈന ഹൂദ് നബി അലൈഹിസ്സലാമയെ നമ്മൾ രക്ഷപ്പെടുത്തി, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും, ബി റഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മിൽ നിന്നുള്ള കരുണ കൊണ്ട്, വ നജ്ജൈനാഹും, നാം അവരെ രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഗലീൽ, വളരെ പരുക്കനായ കടുത്ത ശിക്ഷയിൽ നിന്ന്. അതൊക്കെ ശിക്ഷയുടെ കാഠിന്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖലീൽ. വ തിൽക ആദുൻ, അതാണ് ആദ് വിഭാഗം. ജഹദു ബി ആയാത്തി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടയാളങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. വഅസൗ റുസുലഹു, അവർ അവരുടെ ദൂതന്മാരോട് അനുസരണക്കേട് കാണിച്ചു. ഇസിയാൻ എന്ന അനുസരണക്കേട്. വത്തബഉ, അവർ പിന്തുടർന്നു, അംറ കുല്ലി ജബ്ബാരിൻ, എല്ലാ ജബ്ബാറുകളുടെയും, സ്വേച്ഛാധിപതികളുടെയും, തന്നിഷ്ടക്കാരുടെയും കൽപ്പനയും,
അനീദ് ദുർവാശിക്കാരായ, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നേതൃത്വം ചമഞ്ഞിരുന്ന ദുർവാശിക്കാരായ സ്വേച്ഛാധിപതികളുടെ അവരുടെ പിന്നാലെ പോയി അവരുടെ കൽപ്പനകൾ അവർ സ്വീകരിച്ചു. അത് പ്രവാചകന്റെ കൽപ്പനയെ നിരാകരിക്കുകയും ചെയ്തു. വഉത്ബിഉ ഫീ ഹാദിഹി ദുനിയ, ഇഹലോകത്ത് അവർ പിന്തുടർത്തപ്പെട്ടവരായി. ലഅനത്തൻ, ശാപത്തെ, ഇഹലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ ശാപത്തിനാണ് അവർക്ക് ഇരയാകേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ശിക്ഷയ്ക്ക് അവർ വിധേയരായത്. വ യൗമൽ ഖിയാമ, ഇനി അന്ത്യനാളിലും അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അല അറിയുക, ഇന്ന ആദൻ, തീർച്ചയായിട്ടും ആദ്, കഫറു റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിനെ നിഷേധിച്ചു. അലാ ബുഅദൻ ലി ആദിൻ, ആ ആദിന് നാശം. ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനമായ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയായ ആദിന് നാശം. ബുഅദൻ എന്ന് പറഞ്ഞാൽ വിദൂരമായി എന്നൊരർത്ഥമുണ്ട്. ഇത് ബഅദ യബുഉദു എന്നുള്ളതിൻ്റെ ക്രിയയായിട്ട് വരുമ്പോഴാണ് വിദൂരമായി. അല്ലെങ്കിൽ ബഅദ യബുഉദു എന്നാകുമ്പോൾ നശിച്ചു എന്നുള്ള അർത്ഥമാണ് അതിന് കിട്ടുക. അത് ഖുർആനിൽ പല സ്ഥലത്തും ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ സൂറത്ത് അഅറാഫിൽ പഠിച്ചിട്ടുള്ളതാണ് ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ ചരിത്രം. സൂറത്ത് അഅറാഫിലെ 65 മുതൽക്ക് 72 വരെയുള്ള സൂക്തങ്ങളിൽ ആ കാര്യം വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ മറിച്ച് നോക്കിപ്പോയാൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് മനസ്സിലാക്കാൻ പറ്റും. സൂറത്ത് അഅറാഫിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് അറുപത്തഞ്ചാമത്തെ ആയത്തിൽ അവിടെ തുടങ്ങിയിട്ടുള്ള വൈല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ഹൂദ് നബി അലൈഹിസ്സലാമയെ ആദ് വിഭാഗത്തിലേക്ക് നമ്മൾ നിയോഗിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന്, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ലെന്ന്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ. അങ്ങനെ പറഞ്ഞു പോയിട്ട് അതിൻ്റെ അവസാനം അല്ലാഹു തആല അവർക്കുള്ള ശിക്ഷ പറയുന്നുണ്ട്. ഖാല ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സുൻ വഗളബുൻ അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹ അൻതും വആബാഉക്കും. ഇങ്ങനെ അവരെ ശിക്ഷിച്ചതിനെ സംബന്ധിച്ച് സൂറത്തു അഅറാഫിൽ അതേമാതിരി ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല. നമ്മളിങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഓതുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. സൂറത്തു അൽ ഹഖയിൽ, സൂറത്തു അൽ ഖമറിൽ ഒക്കെ അവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 7 രാത്രിയും 8 പകലും നിരന്തരമായി അടിച്ചു വീശിയ കൊടുങ്കാറ്റും ഭയാനകമായ അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു തണുപ്പും, അങ്ങനെയാണ് ആ കാറ്റിൽ അവർ മറിഞ്ഞു വീഴുകയാണ്. അത്രയും വലിയ മനുഷ്യന്മാരായിരുന്നു അത്ര അവർ. അങ്ങനെ മറിഞ്ഞു വീഴുന്നതിനെ സംബന്ധിച്ചാണ് കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ എന്ന് സൂറത്തു അൽ ഹഖയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ എത്ര അടി നീളൊക്കെ ഇങ്ങനെ തഫ്സീറിലൊക്കെ പറഞ്ഞത് കാണാം. 12 അടി ഉണ്ടായിരുന്നു, 18 അടി ഉണ്ടായിരുന്നു. വലിയ ആജാനബാഹുക്കളായ അതിശക്തരായ മനുഷ്യർ. അത്തരത്തിലായിരുന്നു അവരെ അല്ലാഹു തആല പഠിച്ചിരുന്നത്. ശാരീരികമായ കരുത്തും ശക്തിയും എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ്. അത് ശരീരത്തിന് നല്ല കരുത്തും വലുപ്പവും ഉണ്ടെങ്കിലോ അത് എല്ലാവരും അങ്ങനെ വലിയ ആജാനബാഹുക്കളായ ആളുകൾ അവരാണ് ഈന്തപ്പനത്തടികൾ മറിഞ്ഞു വീണതുപോലെ കൊടുങ്കാറ്റിലും അതിഭയാനകമായ പ്രയാസകരമായ തണുപ്പിലും പ്രയാസപ്പെട്ടത്. അങ്ങനെ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച്. ഞാനിത് ഒരുപാട് വിശദീകരിക്കണില്ല. ഇവിടെ അതുതന്നെ പറഞ്ഞിട്ടുള്ള അവരെ അല്ലാഹു തആല നശിപ്പിച്ചു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഹൂദ് നബി അലൈഹിസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇനി ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല, ഞാനിവിടെ അവസാനിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവൻ്റെ ശാപത്തിൽ നിന്നും മുക്തരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഇസ്റിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.